നമസ്കാരം. വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ആമയിഴഞ്ചാൻ തോട്ടിലെ രക്ഷാപ്രവർത്തനത്തിൽ ഫയർഫോഴ്സ് DGPക്ക് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ അഭിനന്ദന കത്ത്. പ്രതിബന്ധത്തിലും ഫയർഫോഴ്സിന്റെ നിസ്വാർത്ഥ സേവനത്തെ അദ്ദേഹം കത്തിലൂടെ അഭിനന്ദിച്ചു. ഒഴുക്കിൽപ്പെട്ട് കാണാതായ ജോയിയുടെ നിസ്സഹായയായ അമ്മയ്ക്ക് പ്രതീക്ഷ നൽകുന്ന ഹീറോയിസമാണ് ഫയർഫോഴ്സ് കാഴ്ചവെക്കുന്നത്. കേരളത്തിലെ ഓരോ പൗരനും ഫയർഫോഴ്സിന്റെ സേവനത്തോടെ കടപ്പെട്ടിരിക്കുന്നുവെന്നും രക്ഷാപ്രവർത്തകർ മതിയായ സുരക്ഷ ഉറപ്പാക്കണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കത്തിലൂടെ പറഞ്ഞു. ആമയിഴഞ്ചാൻ തോട്ടിലകപ്പെട്ട ജോയിയുടെ രക്ഷാദൌത്യത്തിനായി സർക്കാർ എല്ലാ സാധ്യതകളും ഉപയോഗിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ശരിയല്ല. ഇതുവരെയായി അദ്ദേഹം സ്ഥലത്ത് പോലും എത്തിയിട്ടില്ല. രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമം. റെയിൽവേയുടെ വീഴ്ചയാണ് വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കോർപ്പറേഷനെ കുറ്റം പറയാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത്. സഹകരിക്കാൻ പോലും തയ്യാറാകാത്ത പ്രതിപക്ഷ നേതാവാണ് ഇവിടെയുള്ളത്. ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനം അദ്ദേഹം വന്നൊന്ന് കാണണം. ദുഷ്ടലാക്കോടെയുള്ള പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പ്രസ്താവന പിൻവലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ പെട്രോൾ പമ്പിൽ പോലീസുകാരന്റെ ഗുണ്ടായിസം. കാറിൽ പെട്രോൾ അടിച്ച് പൈസ നൽകാതെ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സന്തോഷ് കുമാർ. കാറിൽ തൂങ്ങിക്കിടന്ന ജീവനക്കാരനെ ടൗൺ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയതായും പമ്പ് ജീവനക്കാർ പറഞ്ഞു. കണ്ണൂർ ടൗണിലെ NKBT പെട്രോൾ പമ്പിലാണ് സംഭവം. പോലീസുകാരൻ പമ്പിൽ വന്ന് ഫുൾ ടാങ്ക് അടിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും പൈസ ചോദിച്ചപ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോവുകയായിരുന്നുവെന്നും ജീവനക്കാരൻ പറഞ്ഞു. ഇതേ പോലീസുകാരൻ മുൻപ് മറ്റൊരു പമ്പിലും പ്രശ്നമുണ്ടാക്കിയതായി പരാതിയുണ്ട്. പെട്രോൾ പമ്പിൽ ഗുണ്ടായിസം കാണിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്യാൻ IG-യുടെ നിർദ്ദേശം. കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സന്തോഷ് കുമാറാണ് കാറിൽ പെട്രോൾ അടിച്ച് പൈസ നൽകാതെ ജീവനക്കാരനെ ഇടിച്ചു തെറിപ്പിക്കാൻ ശ്രമിച്ചത്. കാറിന്റെ ബോണറ്റിൽ തൂങ്ങിക്കിടന്ന ജീവനക്കാരൻ അശോകനെയും കൊണ്ട് കാർ ഏറെ ദൂരം പോയി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിൽ ട്രയൽ റൺ ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രിയെ പ്രശംസിച്ച് പ്രസംഗിച്ച ദിവ്യ എസ് അയ്യർക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു. പ്രായവും അനുഭവവും ചെറുതായതുകൊണ്ടാവാം ധാരണാപിശക് എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് S സരിന്റെ പ്രതികരണം. അതിനു പിന്നാലെ ഇപ്പോഴിതാ ദിവ്യ എസ് അയ്യർ പങ്കുവച്ച പോസ്റ്റും ചർച്ചയാവുകയാണ്. വെറുതെ ഒരു ഭാര്യയല്ല എന്ന അടിക്കുറിപ്പോടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ ശബരിനാഥിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ദിവ്യ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചത്. വൻകിട പദ്ധതികൾ കടലാസിൽ ഒതുങ്ങുന്ന കാലം കേരളം മറന്നുവെന്നും അസാധ്യമായത് യാഥാർത്ഥ്യമാക്കിയ കാലമാണിതെന്നുമായിരുന്നു ദിവ്യ എസ് അയ്യരുടെ പ്രസംഗം. പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരെ പരാമർശിക്കാതിരുന്നതും കോൺഗ്രസിനെ ചൊടിപ്പിച്ചിരുന്നു. ആമയിഴഞ്ചാൻ തോട്ടിലകപ്പെട്ട ജോയിയുടെ രക്ഷാദൌത്യത്തിൽ തെറ്റും ശരിയും നോക്കേണ്ട സമയമല്ല ഇതെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. ഇപ്പോൾ തൊഴിലാളിയുടെ ജീവനാണ് പ്രധാനം. മാലിന്യ നീക്കത്തിലടക്കം നഗരസഭയുടെ ഭാഗത്ത് ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകരുതെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ആമയിഴഞ്ചാൻ തോടിലെ മാലിന്യ നീക്കത്തിന് ഒരു മനുഷ്യന്റെ തിരോധാനം വേണ്ടിവന്നുവെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ക്ലീനിംഗ് തൊഴിലാളി ജോയിയെ കാണാതായ സംഭവത്തിൽ കോർപ്പറേഷനും റെയിൽവേയും തമ്മിൽ തർക്കം. തോട് വൃത്തിയാക്കേണ്ടത് കോർപ്പറേഷന്റെ ചുമതലയാണെന്നും 2015, 17, 19 വർഷങ്ങളിൽ കോർപ്പറേഷനാണ് ഇത് ചെയ്തിരുന്നതെന്നും റെയിൽവേ MD RM MR വിജി പ്രതികരിച്ചു. ടണൽ വൃത്തിയാക്കാൻ കോർപ്പറേഷൻ അനുമതി ആവശ്യപ്പെട്ട് ഒരു തവണ പോലും കത്ത് തന്നിട്ടില്ല. അനുവാദം ചോദിച്ചിട്ട് നൽകിയിട്ടില്ലെന്ന് വാദം പച്ചക്കള്ളമാണ്. റെയിൽവേയുടെ ഖരമാലിന്യം തോട്ടിൽ കളയുന്നില്ല, വെള്ളം മാത്രമേ ഒഴുക്കി വിടുന്നുള്ളൂ. ഇത്തവണ കോർപ്പറേഷൻ അസൗകര്യം പറഞ്ഞപ്പോൾ നല്ല ഉദ്ദേശത്തോടെ റെയിൽവേ ക്ലീനിംഗ് ഏറ്റെടുക്കുകയായിരുന്നുവെന്നും MD RM പ്രതികരിച്ചു. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ CK പത്മനാഭൻ പറഞ്ഞത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു.
സുരേഷ് ഗോപി ഒരു BJP നേതാവാണെന്നോ BJP പ്രവർത്തകനാണെന്നോ പറയാൻ സാധിക്കില്ല. സിനിമയാണ് അദ്ദേഹത്തിന്റെ പശ്ചാത്തലമെന്നുമാണ് CK പത്മനാഭൻ പറഞ്ഞത്. ഇന്ദിരാഗാന്ധിയാണ് ഭാരതത്തിന്റെ മാതാവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ തയ്യാറല്ല. അദ്ദേഹത്തിന് അങ്ങനെയേ പറയാൻ സാധിക്കൂ. അത്ര ചരിത്രബോധമേ അദ്ദേഹത്തിനുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നും പുറത്തുനിന്നും നിരവധി പേർ വിളിക്കുകയും സന്ദേശമയക്കുകയും ചെയ്തുവെന്നും CK പത്മനാഭൻ പറഞ്ഞു. പ്രാദേശിക മാധ്യമമായ കണ്ണൂർ വിഷൻ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. AP അബ്ദുള്ളക്കുട്ടി BJPയിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ എന്ന ചോദ്യത്തോടെ പാർട്ടിക്ക് ഗുണമുണ്ടായില്ലെങ്കിലും അദ്ദേഹത്തിന് ഗുണം ഉണ്ടായെന്നായിരുന്നു CKയുടെ മറുപടി. കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ആലങ്കാരികമായി മാത്രമേ പറയാൻ കഴിയൂ, പ്രായോഗികമല്ലെന്നും CK പത്മനാഭൻ പറഞ്ഞു. ഒഴുക്കിൽപ്പെട്ട് യുവാവിനെ കാണാതായി. പാലക്കാട് മണ്ണാർക്കാട് പാലക്കയം വട്ടപ്പാറ ചെറുപുഴയിലാണ് യുവാവിനെ കാണാതായത്. മണ്ണാർക്കാട് അണ്ടിക്കുണ്ട് ശിവഭവനത്തിൽ മണികണ്ഠന്റെ മകൻ വിജയ് ആണ് ഒഴുക്കിൽപ്പെട്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം ഇന്ന് വൈകുന്നേരം ചെറുപുഴയിൽ കുളിക്കാൻ ഇറങ്ങിയതായിരുന്നു. മണ്ണാർക്കാട് അഗ്നിശമന സേനയും കല്ലിക്കോട് പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പാലക്കാട് CPI വിമതർ സമാന്തര സംഘടന രൂപീകരിച്ചു. സേവ് CPI ഫോറം എന്ന പേരിലാണ് സംഘടന നിലവിൽ വന്നത്. മുൻ ജില്ലാ കമ്മിറ്റി അംഗം പാലോട് മണികണ്ഠൻ സെക്രട്ടറിയായി 45 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. മണ്ണാർക്കാട് നടന്ന പരിപാടിയിൽ 500-ലധികം പ്രവർത്തകർ പങ്കെടുത്തു. CPI പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ഏകപക്ഷീയമായ നിലപാടിൽ പ്രതിഷേധിച്ചാണ് നീക്കം. CPI ജില്ലാ നേതൃത്വം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്ന് വിമതർ വിമർശിച്ചു. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ അലർട്ടുമാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകലാശാല പരീക്ഷകളിൽ മാറ്റമില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിവെച്ച് കൊല്ലാൻ ശ്രമം. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ശനിയാഴ്ച വൈകിട്ട് 6:15 റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചാരണ യോഗത്തിൽ സംസാരിക്കവെയാണ് ആക്രമണം. സമീപത്തെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ആക്രമി പലവട്ടം വെടിവെച്ചു. ട്രംപിന്റെ വലതു ചെവിക്ക് പരിക്കേറ്റ് ചോരയൊഴുകി. നിലത്തിരുന്ന ട്രംപിനെ നിമിഷങ്ങൾക്കുള്ളിൽ സീക്രട്ട് സർവീസുകാർ കവചം തീർത്ത് സുരക്ഷിത ഇടത്തേക്ക് മാറ്റി. മുദ്രാവാക്യം മുഴക്കിയാണ് ട്രംപ് വേദി വിട്ടത്. ആക്രമിയുടെ വെടിവയ്പിൽ റാലിക്കെത്തിയ റിപ്പബ്ലിക്കൻ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. 2 പേർക്ക് ഗുരുതരമായ പരിക്കേറ്റു. ഉത്തരാഖണ്ഡിലും നേപ്പാളിലും പെയ്ത പേമാരിയിൽ ഹിമാലയൻ നദികൾ നിറഞ്ഞതോടെ പ്രളയക്കെടുതിയിൽ അമർന്ന് UPയിലെയും ബീഹാറിലെയും ഗ്രാമങ്ങൾ. UPയിൽ ഗാംഗ്ര, ഗോമതി, രാംഗംഗ, കനൌത്ത്, ഗാര തുടങ്ങിയ നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നത് 16 ജില്ലകളിലെ 2.5 ലക്ഷത്തോളം പേരെ ബാധിച്ചു. വലിയ തോതിൽ കൃഷിനാശവും സംഭവിച്ചു. UPയിൽ മഴക്കെടുതികളിൽ സംസ്ഥാനത്ത് 70-ലേറെ ആൾക്കാർ മരിച്ചു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ്. ബീഹാറിൽ ബാഗ്മതി നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ മുസഫർ ജില്ല ഭാഗികമായി വെള്ളത്തിൽ മുങ്ങി. 16 പഞ്ചായത്തുകൾ പ്രളയബാധിതമായി തുടരുകയാണ്. ദിവസങ്ങളായി മഴക്കെടുതികളാൽ ബുദ്ധിമുട്ടിയിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് ജനങ്ങൾക്കുള്ളത്. നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട നിലയിലാണ്. 7 സംസ്ഥാനങ്ങളിൽ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 11ലും തോറ്റതിന്റെ ഞെട്ടലിലാണ് BJPയും NDAയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ കൂടി തകർന്നടിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയ ഹിമാചലിലും ഉത്തരാഖണ്ഡിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമായി. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെയാണ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലെ പരാജയമെന്നതും BJP നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുന്നു. എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. നല്ല ദിവസം ആശംസിക്കുന്നു.